ഹായ് ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളി സാമ്പാറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തനി നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഉള്ളി സാമ്പാർ ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ നോക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അതിനുവേണ്ടി ഈ ഒരു ക്വാണ്ടിറ്റിയിൽ പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് 2 പച്ചമുളക് കീറിയിടാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കല്ലുപ്പാട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നോടം വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു വിസിൽ മതിയാകുമേ. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായി കുക്കായി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു കടായ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ 100 ഗ്രാമോളം ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി ആയതുകൊണ്ട് വലുതൊക്കെ ഞാൻ 2 കഷ്ണമാക്കി, അല്ലാത്തതൊക്കെ നമുക്ക് മുറിക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ മുഴുവനായിട്ടും ഇടാം കേട്ടോ. എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യാം. സാമ്പാർ പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. സാമ്പാർ പൊടി ചേർക്കാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കണം. ഇപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണേ. പിന്നെ 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സാമ്പാർ പൊടി ഇടാതെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ വെച്ചാൽ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായി പിഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തിളയ്ക്കണം കേട്ടോ. ആരും കളർ കണ്ടൊന്നും പേടിക്കേണ്ട. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിൻ്റെയാണ്. ഇപ്പം നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ആ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയൊക്കെ എടുത്ത് നോക്കത് കണ്ടോ. ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കണം. നന്നായി കുറുകിയ കിട്ടിയേക്കണം കേട്ടോ. പലരും പല രീതിയിലാണ് ഉണ്ടാക്കണം. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് പരിപ്പും തക്കാളിയൊക്കെ വേവിച്ചതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി നന്നായിട്ട് കുറുകിയിരിക്കണ കൊണ്ട് തന്നെ അത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ചൂട് വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എല്ലാം കറക്റ്റ് പാകത്തിനായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് ഇതിലോട്ടൊന്ന് കാച്ചി ഒഴിക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം ഇതൊന്ന് നമുക്ക് കാച്ചി ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം. ദോശയുടെ കൂടെ, ഇഡലിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഈ ഒരു കറി നല്ല കുറുകിയ കറിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ കുറുകിയ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വേഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.